ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട്, പ്രിയയും വിനോദും തമ്മിലുള്ള വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അന്ന് അങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജിന് തയ്യാറായത്. പക്ഷെ പാവം പ്രിയക്കത് അറിയില്ല. ഞാനത് പ്രിയയോട് പറയുമെന്ന് പറഞ്ഞതോടെ കണ്ണേട്ടൻ അടങ്ങി. എൻ്റെ മുമ്പിൽ പുലിയായി നിന്നയാള് പൂച്ചയായി. അപ്പം ആർട്ടിഫിഷ്യലായിട്ട് വിജയലക്ഷ്മി ചിരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം വിജയലക്ഷ്മി പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്, രഞ്ജുവിനെ മറ്റോ ഗീതു കാണുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഗീതുവിനോട് വിഷയം മാറ്റി മാറ്റി സംസാരിക്കുകയാണ്. പെട്ടെന്നാണ് തൂണിൻ്റെ മറവിൽ മറിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്ന രഞ്ജുവിൻ്റെ ചെറിയൊരു ഭാഗം വിജയലക്ഷ്മി കാണുന്നത്. പെട്ടെന്ന് വിജയലക്ഷ്മി ഞെട്ടുകയാണ്. പെട്ടെന്ന് തന്നെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഗീതു കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഗീതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടേക്കും. എന്താ നീ പറഞ്ഞേ, പൂച്ച? അപ്പോൾ പെട്ടെന്ന് ഗീതു ഓർത്തെടുത്തതുപോലെ നാണത്തോടെ പറയും, അതെ, രാവിലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ തന്നെ ഉണ്ടാക്കിയ കുടുക്കിൽ കണ്ണേട്ടൻ ചുറ്റി അടിച്ചിട്ട് എൻ്റെ ദേഹത്ത് തന്നെ വന്ന് വീണു. എന്നിട്ട് ഗീതു ഇങ്ങനെ നാണകത്തോടെ ചിരിക്കുകയാണ്. പക്ഷേ വിജയലക്ഷ്മി മൊത്തമായിട്ട് ആർട്ടിഫിഷ്യലായിട്ടാണ് ചിരിക്കുന്നതൊക്കെ. കാരണം രഞ്ജുവിനെ കാണുമോ എന്നുള്ള പേടിയിലാണ് അവർ നിൽക്കുന്നത്. ഇതൊക്കെ രഞ്ജു മറിഞ്ഞു നിന്നിട്ട് കേൾക്കുന്നുണ്ട്. രഞ്ജുവിന് ദേഷ്യം വരികയാണ്. കാരണം രാവിലെ രഞ്ജു റൂമിൽ ചെന്ന സമയത്ത് കണ്ട കാഴ്ച അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ അതൊക്കെ ഗീതു പ്ലാൻ ചെയ്തുണ്ടാക്കിയ കാഴ്ചയാണെന്നുള്ളത് ഗീതു തന്നെ പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം വരികയാണ്. അതുപോലെ തന്നെ വിജയലക്ഷ്മിക്കാണെങ്കിൽ രഞ്ജുവിനെ കാണുമോ എന്ന് വിചാരിച്ചിട്ട് മൊത്തം ഗീതുവിൻ്റെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് രഞ്ജു ആലോചിക്കുകയാണ് രാവിലെ മുറിയിൽ വെച്ച് കണ്ട ഒരു കാഴ്ച. മെല്ലെ സാവധാനം എഴുന്നേൽക്കാൻ നോക്ക് എന്നൊക്കെ ഗീതു പറയുന്ന സമയത്ത് ഗോവിന്ദാണെങ്കിലും ഗീതുവിൻ്റെ മേലെയാണല്ലോ കിടക്കുന്നത്. അയ്യോ രഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദു എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ വന്നപ്പോൾ രഞ്ജുവിന് ഗീതുവിനുള്ള ദേഷ്യം ഒന്നുകൂടെ കൂടുകയാണ്. ഇതൊന്നും അറിയാതെ ഗീതു ഇങ്ങനെ നടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും രഞ്ജു വീണ്ടും അവിടുന്ന് മാറുന്നുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടാണ് ഗീതു സംസാരിക്കുന്നത്. ഗീതു പറയാണ്, ആ കാഴ്ച കണ്ടതോടെ രഞ്ജുവിൻ്റെ ഇളക്കം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വിജയലക്ഷ്മി നടക്കുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും ഗീതുവിൻ്റെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ രഞ്ജുവിനെ കാണുന്നുള്ളത് വിജയലക്ഷ്മിക്ക് അറിയാം. അപ്പോൾ വിജയലക്ഷ്മി വീണ്ടും നോക്കുകയാണ് രഞ്ജു നിന്ന സ്ഥലത്ത് അവൾ ഉണ്ടോ. പക്ഷെ അവൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിജയലക്ഷ്മി പറയാണ്, നീ ഇവിടെ ഇരിക്കെന്നൊക്കെ പറഞ്ഞ് സോഫ കാണിച്ചു കൊടുക്കുകയാണ് ഗീതുവിന്. ഞാനിച്ചിരി വെള്ളം കുടിക്കട്ടെ, ഗീതു ഇരിക്കാതെ പറയുന്നുണ്ട്. വെള്ളോ? ഞാൻ എടുത്തു കൊണ്ടുവരാം. അപ്പോൾ ഗീതു സാധാരണ പറയുന്ന പോലെ തന്നെ പറയാം, ഓ പിന്നെ ഞാൻ VIP ഗസ്റ്റ് അല്ലേ, അമ്മ എനിക്ക് വെള്ളം എടുത്ത് തരാൻ വേണ്ടിയിട്ട്, ഞാൻ എടുത്ത് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ഗീതു ടേബിളിനരികിലേക്ക് പോവാണ്. അപ്പോഴേക്കും അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്ന രഞ്ജു ഓടി കിച്ചണിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. കിച്ചണിൽ ഏകദേശം ഫ്രിഡ്ജിൻ്റെ ഭാഗത്തോട്ടായിട്ട് രഞ്ജു വന്ന് നിൽക്കുകയാണ്. വെള്ളം എടുക്കാൻ പോകുന്നതിനിടയിൽ ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടനും ഒന്നിച്ചുള്ളൊരു കുടുംബജീവിതമാണ് രഞ്ജു ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ വിജയലക്ഷ്മി അത് തിരുത്തി കൊടുക്കുകയാണ്. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. രഞ്ജു അത് കേൾക്കുകയാണ്. പക്ഷേ രഞ്ജുവിന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. പെട്ടെന്ന് വിജയലക്ഷ്മി ആ കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വിഷയം മാറ്റുകയാണ്. എനിക്കിപ്പോൾ അറിയേണ്ടത് വരുണിനെ പുറത്താക്കിയില്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഗീതു പറയും, മകനെ തിരിച്ച് അറക്കിലേക്ക് കൊണ്ടുവരാനേ രാധികമ്മ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അതിനുവേണ്ടി വേറൊരു നമ്പർ ഇറക്കിയിരിക്കുക. ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ വിജയലക്ഷ്മിയുടെ മനസ്സ് ഇവിടെയൊന്നുമല്ല. പക്ഷേ ഗീതുവിൻ്റെ വിഷയം മാറ്റാൻ വേണ്ടി മാത്രം ചോദിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ടും താല്പര്യമുള്ളതുപോലെയൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു പറയാണ്, അതിനുവേണ്ടി ഇപ്പോൾ പുതിയൊരു നമ്പർ ഇറക്കിയിട്ടുണ്ട്. വരുണേട്ടൻ എവിടെയാണോ അവിടെ തന്നെ രേഖേച്ചി നിന്നാൽ മതിയെന്ന്. ഓ, രേഖേച്ചയെ പുറത്താക്കാൻ കണ്ണേട്ടൻ സമ്മതിക്കില്ല എന്നറിയാം. പിന്നൊരു മാർഗം വരുണേട്ടനെ തിരിച്ചു കൊണ്ടുവരുന്നതല്ലേ. അതിനൊരു പുതിയ മാർഗം അതും രാധികാമ്മ തുടങ്ങിയിട്ടുണ്ട്, നിരാഹാര സമരം. പക്ഷേ രാധികാമ്മയോടുള്ള സിമ്പതി കൊണ്ടേ കണ്ണേട്ടൻ തോറ്റു കൊടുക്കും. അതൊക്കെ കേൾക്കുകയാണെങ്കിൽ വിജയലക്ഷ്മിയുടെ മനസ്സ് അവിടെയൊന്നും അല്ല, രഞ്ജു എവിടെ ആയിരിക്കുമെന്ന് ഓർത്തിട്ടുള്ള ടെൻഷനിലാണ്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഗീതു പറയുന്നത്, ഇനി ഏത് നിമിഷവും അറക്കല്ലോ AGMലോ വരുണേട്ടനെ പ്രതീക്ഷിക്കാം. അപ്പോൾ വിജയലക്ഷ്മി എന്നൊരർത്ഥത്തിൽ ഇങ്ങനെ താല്പര്യമില്ലാത്ത മട്ടിലൊക്കെ തലയാട്ടുകയാണ്. ഇതൊക്കെ കിച്ചണിൽ രഞ്ജുവും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഗീതു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ജഗ് കയ്യിലെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് കമ്മെത്തുമ്പോഴേക്കും അതിൽ വെള്ളമില്ല. അയ്യോ, ഇതിൽ വെള്ളം തീർന്നല്ലോ. പെട്ടെന്ന് വിജയലക്ഷ്മി വീണ്ടും ഒന്ന് പരിഭ്രമിക്കുകയാണ്. എന്താ വിജയലക്ഷ്മി അമ്മേ, ഇപ്പോൾ വെള്ളം കൂടി മാത്രമേ ഉള്ളൂ, തീർന്ന ഒന്ന് ജോലിക്കാരോട് ഇത് നിറച്ച് വെക്കാനൊക്കെ പറഞ്ഞൂടെ. അപ്പോൾ വീണ്ടും അവർ ടെൻഷൻ അടിച്ച് പറയാണ്, നീ ഇങ്ങോട്ടാ, ഞാൻ എടുത്തോണ്ട് വരാം, വെള്ളമൊക്കെ ഞാൻ എടുത്തോളാം, നീ ബാക്കി കൂടി പറ, ഞാൻ എടുത്തിട്ട് വരാന്നേ. വിജയലക്ഷ്മി വീണ്ടും പാത്രത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു തടസ്സപ്പെടുത്തുകയാണ്. ഇനി എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല, ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, അങ്ങോട്ട് മാറിയേ, നീങ്ങ് തന്നേ, ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട അമ്മ മാറി നിൽക്ക്, ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ജഗ്ഗും കൊണ്ട് ഗീതു കിച്ചണിലേക്ക് പോവാണ്. അത് രഞ്ജു കിച്ചണിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ലാസ്റ്റ് വഴി അവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ എന്ന് രഞ്ജുവിനറിയാം. അപ്പോൾ അവൾ അവിടുന്ന് മാറുകയാണ് ഗീതു അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും. അതേപോലെ തന്നെ വിജയലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര എല്ലാം അവസാനിച്ചു. ഗീതു അടുക്കളയിൽ വെള്ളമെടുക്കാൻ വേണ്ടി വന്നിട്ട് പെട്ടെന്ന് ഞെട്ടുകയാണ്. ആ ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഗീതു ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിജയലക്ഷ്മി അമ്മേ ഒന്ന് ഇങ്ങോട്ടേക്ക് വരൂ. അയ്യോ എല്ലാം തീർന്നു, വിജയലക്ഷ്മി അറിയാം, തീർന്നു, എല്ലാം അവസാനിച്ചു. അപ്പം ഗീതു പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതേ ഈശ്വരനാ, അതുകൊണ്ട് ഇത് കാണാൻ പറ്റി. അപ്പോഴേക്കും വിജയലക്ഷ്മി പറ്റ തളർന്നൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ.
എന്നൊക്കെ പറഞ്ഞ് പേടിയോടെയും വെപ്രാളത്തോടു കൂടിയാണ് അവർ ഈശ്വര എന്നൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഗീതു വീണ്ടും വിളിക്കുകയാണ് വരാൻ. പേടിച്ച് പതുങ്ങിയാണ് വിജയലക്ഷ്മി ഗീതുവിന് അരികിലേക്ക് പോകുന്നത്. ഗീതു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവരിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഗീതു ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയുമെന്ന് അറിയാതെ. ഗീതു അവരെ തന്നെ കുറേ നേരം ദേഷ്യത്തോടെ നോക്കി നിന്നിട്ട് ചോദിക്കും എന്താ ഇത് എന്ന് വിരൽ കൊണ്ട് ചോദിക്കുകയാണ് ഗീതു നേരത്തെ നോക്കിയ ഭാഗത്തേക്ക്. അപ്പോൾ വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഡോറ് ലോക്കായിട്ടില്ല, അതായത് തുറന്നിട്ടിട്ടാണുള്ളത്. അപ്പോൾ വിജയലക്ഷ്മി ശരിക്കും ആശ്വാസമായൊരു ഭാവമായിരുന്നു. ദീർഘശ്വാസം എടുക്കുകയാണ് അവർ. ഓ. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇങ്ങനെ അടുക്കള വാതിൽ തുറന്നിട്ടാണോ പുറത്തേക്ക് പോകുന്നത്? എന്തൊരു ഉത്തരവാദിത്തം, മറവി രോഗം തുടങ്ങിയോ? ഇങ്ങനെ വാതിൽ തുറന്നിട്ടിട്ടാണോ പുറത്തേക്ക് പോകുന്നത്? ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിലേ കള്ളന്മാർക്ക് അകത്തേക്ക് കയറാൻ വളരെ എളുപ്പമായേനെ. അപ്പോൾ അവരിങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഗീതു വഴക്ക് പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗീതു കയ്യിലിരുന്ന ജഗ് അവിടെ വെച്ചിട്ട് വാതിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ സമയം വിജയലക്ഷ്മി മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ദേവി നീ കാത്തു. ഗീതു ആ വാതിൽ ലോക്ക് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ രഞ്ജു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഗീതു കണ്ടിട്ടില്ല. ഗീതു വാതിൽ ലോക്ക് ചെയ്ത ശേഷം രഞ്ജു പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. എന്നിട്ട് വരുന്നത് ഒരു തറവാടല്ലല്ലോ, അതിൻ്റെ ഒരു മുൻഭാഗത്തേക്കായിട്ടുള്ള രീതിയിലാണ് രഞ്ജു വന്ന് നിൽക്കുന്നത്. ഗീതു കാണുമോ എന്നറിയാൻ വേണ്ടി വീണ്ടും നോക്കുന്നുണ്ട് അവൾ. പക്ഷെ അതേസമയം അജാസ് അവിടെ നിന്നിട്ട് ആരോ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അജാസ് ഫോണിൽ കോളൊക്കെ കഴിഞ്ഞ സമയത്ത് ആരോ ഇങ്ങനെ അവിടുന്ന് പമ്മി കളിക്കുന്ന കണ്ടിട്ട് അങ്ങോട്ടേക്ക് നോക്കുകയാണ്. കുറച്ച് സമയം അവരുടെ ആ പമ്മിക്കളി കണ്ടതിന് ശേഷം അജാസിന് മനസ്സിലാവുന്നുണ്ട് അത് രഞ്ജു ആണെന്നുള്ളത്. അപ്പോൾ അവൻ മനസ്സിൽ സ്വയം വിചാരിക്കുകയാണ് ഇത് ഗോവിന്ദ് സാറിൻ്റെ ഫ്രണ്ട് രഞ്ജു അല്ലേ, ഇവൾക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? അവനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും അവിടുന്ന് തിരിയുന്ന രഞ്ജു അജാസിനെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, പക്ഷെ രണ്ടുപേരും നേരെ കാണുന്നുമില്ല. വീണ്ടും അജാസ് നോക്കുന്ന സമയത്ത് രഞ്ജു അവിടെ ഹൈഡായിട്ട് നിന്നിട്ടാണുള്ളത്. എന്നിട്ട് അജാസ് കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ അജാസ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗീതു ഇവളെ കാണാതിരിക്കാനുള്ള ഒളിച്ചുകളിയാ. അങ്ങനെയാണെങ്കിൽ വിജയലക്ഷ്മി മേഡവും ശിവരഞ്ജിനിയും തമ്മിൽ ശക്തമായൊരു ബന്ധമുണ്ട്. അങ്ങനെ ഗീതു തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടുന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് രഞ്ജു നിൽക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് അജാസ് നിൽക്കുന്നുണ്ട് മുറ്റത്തായിട്ട്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് അല്ല അമ്മ ആരെ കാണാൻ ഇപ്പോൾ പോകുന്നത്? അപ്പോഴേക്കും വിജയലക്ഷ്മി അതിന് മറുപടി പറയുന്നതും അതൊക്കെ സൗണ്ടില്ലാതെയാണ് കേൾക്കുന്നത്, നമ്മൾക്ക് കേൾപ്പിച്ച് തരുന്നില്ല. അപ്പോൾ രഞ്ജു അവിടുന്ന് അവരെ കാഴ്ചയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. ഇതൊക്കെ അജാസ് കാണുന്നുണ്ട്, പക്ഷെ അജാസ് ഒന്നും മൈൻഡാക്കാത്ത രീതിയിൽ നിൽക്കുകയാണ്. വിജയലക്ഷ്മി ഗീതും കൂടെ അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ അജാസ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രഞ്ജുവിനെ ഗോവിന്ദ് സാറുമായിട്ട് അടുപ്പമുണ്ടാക്കി അറക്കലിലേക്ക് അയച്ചിരിക്കുന്നത് ഈ സ്ത്രീയാണെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ ഗീതു ഈ പാട്ടുകാരിയെ അമിതമായി വിശ്വസിച്ചിരിക്കുക. ഇപ്പം തന്നെ ഇവരുടെ കള്ളത്തരം പൊളിച്ചു കാട്ടിയാലോ? അറക്കൽ കുടുംബത്തെ തകർക്കാനുള്ള ഗൂഢമായ ലക്ഷ്യമായി ഇവർക്ക്. അങ്ങനെ വിജയലക്ഷ്മിയോട് യാത്ര പറഞ്ഞിട്ട് ഗീതു ഇറങ്ങുകയാണ്. ഇക്കാ പോവാം. അമ്മ നാളെ കാണാം. ആ. ഗീതുവും അജാസും അവിടെ നിന്ന് പോയതിനു ശേഷം വിജയലക്ഷ്മി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെക്കുകയാണ്. ഓഫീസിലേക്ക് പോകുമ്പോൾ ഗീതു നല്ല ഹാപ്പി ആയിരുന്നു. ഗീതു അജാസിൻ്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് അജാസ് എന്തോ ടെൻഷനായ പോലെ ഫീൽ ചെയ്യാണ്. മുഖത്തെന്താ ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല. കള്ളം പറയണ്ട, എൻ്റെ ഇക്കയുടെ മുഖം അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്തു പറ്റി? അവിടെ വെച്ച് വല്ലതും കണ്ട് പേടിച്ചോ? അപ്പം അജാസ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. പിന്നെന്താ പ്രശ്നം? ഇത് ചോദിക്കുന്നുണ്ട്. എന്നെ ചെമ്പകശ്ശേരിയിലേക്ക് കൊണ്ടുവന്നതിന് കണ്ണിട്ട വഴക്ക് പറഞ്ഞോ? ഏയ് ഈ പോക്ക് വരെയൊക്കെ സാറിനറിയാം, അജാസ് പറയുന്നുണ്ട്. പക്ഷേ അതേക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കുക പോലുമില്ല. അപ്പം ഗീതു വീണ്ടും ചോദിക്കുകയാണ് പിന്നെന്താ, വേറെ ആരെങ്കിലും വിളിച്ചോ? പക്ഷെ അതിന് മറുപടി പറയാതെ അജാസ് ആലോചിക്കുകയാണ്. ഞാൻ കണ്ട കാര്യം ഗീതുവിനോട് പറയണോ? പക്ഷേ പറയാതിരുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ ഇക്കാന്ന് വിളിച്ച എൻ്റെ അനിയത്തിയോട് ചെയ്യുന്ന ഒരു പാതകമാവില്ലേ അത്? അപ്പോഴേക്കും ഗീതു കുറുമ്പോടെ പറയുന്നുണ്ട് ഓ വലിയ ഗമയാ, നമ്മൾ ഇക്കാന്നൊക്കെ വിളിച്ച് സ്നേഹിച്ചിട്ട് എന്താ കാര്യം, പെങ്ങളാണെന്നൊക്കെ തോന്നണ്ടേ? അപ്പോഴേക്കും അജാസ് കുറച്ച് സീരിയസ് ആയിട്ട് പറയാണ് ഈ വിജയലക്ഷ്മി മേഡത്തോട് അധികം അടുപ്പം വേണോ? അപ്പോൾ ഗീതു കുറച്ചൊരു വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ ചോദിച്ചേ? അജാസ് വീണ്ടും ഗീതുവിനോട് പറയും ഒന്നും ഉണ്ടായിട്ടല്ല, ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണോന്ന് അറിയില്ല, ഇക്ക കാര്യം പറ. അത് പിന്നെ ആ വീടിനടുത്തെ ഒരു മിന്നായം പോലെ ഞാനിന്നൊരാളെ കണ്ടു, അത് ആ ശിവരഞ്ജിനിയാണോ എന്നൊരു സംശയം. ഇത് ശരിക്കും ഷോക്കായി പോവുകയാണ്. അപ്പോഴേക്കും അജാസ് പറയുന്നുണ്ട് ഒരു പക്ഷേ എനിക്ക് തെറ്റിയതായിരിക്കാം, ഇനി ഒരു പക്ഷെ അത് ആ കുട്ടിയാണെങ്കിൽ അതിലൊരു ഗൂഢാലോചന മണക്കുന്നില്ലേ? എന്തോ അറക്കിലേക്കുള്ള ആ കുട്ടിയുടെ വരവും വിജയലക്ഷ്മി മേഡമായിട്ടുള്ള ബന്ധമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഗീതു ആകെ മൊത്തം തകർന്നൊരവസ്ഥയിലായിരുന്നു. എന്നിട്ട് ആ ഒരു ശബ്ദം മാറ്റി ഗീതുവിൻ്റെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഗീതു എത്രത്തോളം തളർന്നു പോയി എന്നുള്ളത്. എന്നിട്ട് അജാസിനോട് പറയുന്നുണ്ട് അമ്മയെന്നാണ് ഞാൻ വിളിക്കുന്നത്, അമ്മയെന്ന് വിളിക്കാൻ അമ്മ തന്നെ എന്നോട് പറഞ്ഞതും. എന്നിട്ട് ചതിക്കോ? ഗീതു കണ്ണ് തുടക്കുകയാണ്. എന്നിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് അജാസിനോട് പറയുന്നുണ്ട് അത് രഞ്ജു ആണെന്ന് ഇക്കയ്ക്ക് തോന്നിയതായിരിക്കും. അപ്പോൾ അജാസ് തിരിച്ച് പറയുന്നുണ്ട് അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരാൾ നമ്മളെ അങ്ങനെ തിരിച്ച് കാണണമെന്നില്ല. അതും ഗീതുവിന് അടുത്തൊരു ഷോക്കായിരുന്നു.
അപ്പോൾ അജാസ് പറയാണ്, ആ കാര്യത്തിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ മനസ്സിൻ്റെ കോണിൽ പോലും നമ്മൾ ഉണ്ടാവണമെന്നില്ല. വീണ്ടും കണ്ണു തുടച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട്, ശരിയാ, ഇക്ക പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. അജാസും മറുപടി പറയാണ്. അപ്പം വീണ്ടും കണ്ണു തുടച്ചുകൊണ്ട് ഗീതു ആലോചിക്കുന്നുണ്ട്. അന്ന് വിജയലക്ഷ്മിയും ഗോവിന്ദു സംസാരിക്കുന്നിടത്തേക്ക് ഗീതു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഗോവിന്ദ് പറഞ്ഞ വാക്കുകളാണ്, രഞ്ജുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കും. വിജയലക്ഷ്മിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഗോവിന്ദ് പറയുന്നത്. അതുമാത്രമല്ല, ചെമ്പകശ്ശേരിയിൽ വെച്ചിട്ട് ഗീതു ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയും രഞ്ജുവും തമ്മിൽ എന്താ ബന്ധം. അപ്പോൾ അന്ന് പതറിക്കൊണ്ടാണ് വിജയലക്ഷ്മി മറുപടി പറയുന്നത്, നീ പറഞ്ഞല്ലാതെ എനിക്ക് രഞ്ജുവിനെ അറിയില്ല. ഗീതുവിൻ്റെ മനസ്സാകെ മൊത്തം ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കയ്യിൽ ഫോൺ എടുത്തിട്ട് വിജയലക്ഷ്മിക്ക് കോൾ ചെയ്യുന്നുണ്ട്. അതേസമയം അവരവിടുന്ന് പോയതിനു ശേഷം വീണ്ടും രഞ്ജു അകത്തേക്ക് കയറിയിട്ട് വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ദത്തുപുത്രിക്ക് അടുത്ത പണി കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും കാണാൻ വരാം. അപ്പോഴേക്ക് ഫോൺ ബെല്ലടിയാണ്. ഗീതു ആണോ വിളിക്കുന്നത്? അതെ, അവൾ വിളിക്കുന്നത് എനിക്കറിയായിരുന്നു, എടുക്ക്. ഹലോ മോളെ. അപ്പോൾ ഗീതു വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്, നമ്മൾ തമ്മിൽ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ വീണ്ടും ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. രഞ്ജുവിനെ അമ്മയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ പരിചയമുണ്ടോ? വീണ്ടും വെപ്രാളത്തോടു കൂടി അവർ പറയാണ്, ഇല്ല മോളെ. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, ഇനി മാറ്റി പറയില്ലല്ലോ അല്ലേ? അപ്പോൾ അവർ പറയാണ്, നീ എന്താ മോളെ ഇങ്ങനെ സംസാരിക്കുന്നേ? അമ്മ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അതിന് മറുപടി ഒന്നും പറയാതെ വിജയലക്ഷ്മി നിൽക്കുകയാണ്. അപ്പോഴേ വീണ്ടും ഗീതു ചോദിക്കുന്നുണ്ട്, ഇനി ഒരിക്കൽ അമ്മയ്ക്ക് രഞ്ജുവിനെ അറിയാമെന്ന് എന്നോട് മാറ്റി പറയുമോ? അപ്പോഴും വിജയലക്ഷ്മിക്ക് മറുപടി ഒന്നും പറയാൻ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അമ്മ കള്ളം പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അമ്മയുടെ ഉത്തരം എന്തായാലും ഞാനത് വിശ്വസിക്കും. അപ്പോൾ തിരിഞ്ഞ് രഞ്ജുവിനെ നോക്കിക്കൊണ്ട് അവർ പറയാണ്, എനിക്ക് രഞ്ജുവിനെ അറിയില്ല മോളെ. ചെറിയൊരു സമാധാനം ഉണ്ടായ പോലെ ഒരു ഫീൽ ചെയ്തിട്ട് ഗീതു പറയുന്നുണ്ട്, ശരി അമ്മേ, ഞാൻ പിന്നീട് വിളിക്കാം. കോള് കട്ടായതിനു ശേഷം കുറച്ചൊരു സന്തോഷത്തോടു കൂടിയാണ് അജാസിനോട് പറയുന്നത്, അമ്മയെ അവിശ്വസിക്കേണ്ട, ഇക്ക കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അജാസ് എന്ന് പറഞ്ഞ് മൂളുകയാണ്. ഓക്കെ, ഞാനത് വിട്ടു. പുഞ്ചിരിച്ചുകൊണ്ട് ഗീതുവും തിരിയാണ്. അപ്പോൾ അജാസ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പക്ഷേ അത് അവൾ തന്നെയാ. എന്നെ ഇക്കാന്ന് വിളിക്കുന്ന കൂടപ്പിറപ്പിനെ ചതിക്കാൻ ഒരു വിജയലക്ഷ്മിയെ ഞാൻ അനുവദിക്കില്ല. അതേസമയം ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. മനസ്സുകൊണ്ട് അമ്മയെന്ന് വിളിച്ചിട്ട് ആ അമ്മയെ എന്നെ ചതിച്ചെങ്കിൽ അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയണ്ട, ഈ ഇക്ക പോലും. ഗീതു അജാസിനെ ഒളികണ്ണിട്ട് നോക്കുകയാണ്. അജാസ് ഡ്രൈവിങ്ങിലാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രഞ്ജു പറയാണ് അമ്മയോട്, ഞാനിവിടെ ഒളിച്ചു നിൽക്കുന്നത് ഗീതുവിൻ്റെ കാവൽക്കാരനായിട്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞു വിട്ടിരിക്കുന്ന അജാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും വിജയലക്ഷ്മിക്ക് ഒരു ഷോക്കായിരുന്നു. അയാൾ വഴി ഗീതു അറിഞ്ഞതുകൊണ്ടായിരിക്കും അവൾ ഇപ്പോൾ വിളിച്ചത്. രഞ്ജു ചെറിയൊരു വിജയഭാവത്തിലാണ് പറയുന്നത്. പക്ഷേ പേടിയോടെയും വെപ്രാളത്തോടു കൂടിയാണ് വിജയലക്ഷ്മി കേട്ട് നിൽക്കുന്നത്. എന്നിട്ട് അവർ സങ്കടത്തോടെ പറയുന്നുണ്ട്, നീ എൻ്റെ മോളാണെന്ന് ഗീതു അറിഞ്ഞാൽ അത് അപകടാ. അതിലേറെ ആപത്താണ് രാധിക അറിഞ്ഞാൽ. ഞാൻ മനഃപൂർവ്വം ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ അയച്ചതാണെന്ന് കരുതി അവൾ നിന്നെ കൊല്ലാനും മടിക്കില്ല മോളെ. അപ്പം രഞ്ജു പ്രതികാരത്തോടു കൂടിയാണ് പറയുന്നത്, സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ടാത്തൊരു ജീവിതമല്ലേ എൻ്റേത്. അത് രാധികയായിട്ട് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കട്ടെ. നോക്ക്, അമ്മയോടുള്ള പ്രതികാരം തീർക്കാനുള്ള അവസരമായിട്ട് നീ ഇത് കാണരുത്. നീ മാത്രമല്ല, ഗോവിന്ദും ഞാനും ഗീതുവും എല്ലാവരും അവസാനിക്കും. നോക്ക്, എൻ്റെ മകളാണ് നീ എന്നുള്ളതും ഗോവിന്ദ് എൻ്റെ മകനാണെന്നുള്ളതും അധികം വൈകാതെ അവൾ അറിയും. ഇത്ര നാളും മറ്റുള്ളവരോട് പറയാതെ ഒളിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ മറനീക്കി പുറത്തു വരാനുള്ള കാരണം നീയാണെന്ന് ഗോവിന്ദ് അറിഞ്ഞാൽ ഇതേപോലെ പിന്നെ നിന്നെ അവൻ സ്നേഹിക്കില്ല. പക്ഷേ കോൺഫിഡൻസോടു കൂടിയാണ് രഞ്ജു പറയുന്നത്, എന്നോടുള്ള സ്നേഹം ഗോവിന്ദേട്ടന് ഒട്ടും കുറയാൻ പോകുന്നില്ല. കാരണം ഞങ്ങളെ രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്ന പ്രധാനപ്പെട്ട കാരണം നിങ്ങളോടുള്ള വെറുപ്പാ. ആ വെറുപ്പിനി കൂടത്തേ ഉള്ളൂ. നിങ്ങളോടുള്ള പകയ്ക്ക് പ്രതികാരം ചോദിക്കാൻ ധ്യാനെ കണ്ടെത്തി ഗോവിന്ദേട്ടൻ എനിക്ക് തിരിച്ചു തരും. വിവാഹം കഴിച്ച് ധ്യാനിൻ്റെ പെണ്ണായി അവൻ്റെ കയ്യും പിടിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. അത് കാണാൻ നിങ്ങളിവിടെ ജീവനോടെ ഉണ്ടാവണം. രഞ്ജു പറഞ്ഞ ഓരോ വാക്കുകളും വിജയലക്ഷ്മിയുടെ ഹൃദയത്തിൽ തറക്കുന്ന രീതിയിലായിരുന്നു. അതിനുശേഷം രഞ്ജു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പം വിജയലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അജാസ് ഇവിടെ വെച്ച് രഞ്ജുവിനെ കണ്ട കാര്യം ഗോവിന്ദിനെ പെട്ടെന്ന് തന്നെ അറിയിക്കണം, അല്ലെങ്കിൽ അത് ആപത്താ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ ഗോവിന്ദിനെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഗോവിന്ദിൻ്റെ നമ്പർ പരിധിക്ക് പുറത്തായിരുന്നു. ശേഷം പൂജാമുറിയിലായിട്ട് പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അമ്മേ ദേവി, ഞാൻ ഇത്ര നാളും കെട്ടി ഉയർത്തിയ സ്വപ്നങ്ങളെല്ലാം തകരുമോ? എന്തുകൊണ്ടാണ് വിവാഹത്തിൽ നിന്ന് ധ്യാൻ പിന്മാറിയെന്ന സത്യം ഞാൻ ശിവയോട് തുറന്നു പറഞ്ഞാൽ ആ നിമിഷം ഞാനും അവളും തമ്മിലുള്ള എല്ലാ പിണക്കങ്ങളും തീരും. പക്ഷേ എനിക്കോ ഗോവിന്ദിനോ അത് അവളോട് പറയാൻ കഴിയില്ലല്ലോ. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ ഗീതു അറിഞ്ഞാൽ ഞാൻ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച അവളെന്നെ ആദ്യം ആട്ടിയകറ്റും. ഇതെല്ലാം ഞാൻ എങ്ങനെ സഹിക്കും? ഗോവിന്ദിൻ്റെ ക്യാബിനിൽ അവന് മുന്നിലായിട്ട് ഇരിക്കുകയാണ് വരുൺ.
ഒരു കുറ്റവാളി, അതായത് ഒരു തെറ്റ് ചെയ്ത ഒരാളുടെ പ്രതീതിയോട് കൂടി തന്നെയാണ് വരുൺ ഇരിക്കുന്നത്. അതേസമയം മാധവൻ നായരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ, മാല ചാർത്തിയ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ട് രാധിക ആ ഫോട്ടോ ഇങ്ങനെ തൊട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഗോവിന്ദ് പറയുന്നത്, നീ ഇങ്ങനെ ആയിപ്പോയതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. എന്തിനാ വരുൺ നീ നിന്റെ സ്വന്തം മുതൽ ഇങ്ങനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്? നിനക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഇവിടെ നിന്ന് എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ കുറച്ചു നേരത്തിന് ശേഷം വരുൺ പറയാണ്, മുമ്പുണ്ടായിരുന്നു, പക്ഷേ ഗീതു വന്നതിന് ശേഷം ആ ഗതികേടാ ഗോവിന്ദേട്ടാ. എല്ലാത്തിനും അവളുടെ സിഗ്നേച്ചർ വേണം. ഞാനും ഒരു ചെറുപ്പക്കാരനല്ലേ, ഒരു പരിധിയിലധികമായിട്ട് എനിക്ക് ഗീതുവിൻ്റെ മുമ്പിൽ താഴാൻ പറ്റുമോ? അപ്പം രാധികയും പറയുന്നുണ്ട്, അത് ശരിയാ, പ്രായം കൊണ്ട് ഗീതുവിനേക്കാൾ മൂത്തതല്ലേ ഇവൻ, വരുണേട്ടാന്നും വിളിച്ചാൽ മാത്രം പോരാ, ആ പരിഗണനയും കൊടുക്കണം. അപ്പം വരുൺ അമ്മയെ നോക്കുകയാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, എന്നാലും അവൾ ക്യാഷ് ബ്ലോക്ക് ചെയ്താൽ അവൻ എന്നോട് പറയല്ലേ വേണ്ടത്, അല്ലാതെ തട്ടിപ്പ് നടത്തുകയാണോ വേണ്ടത്? പെട്ടെന്ന് വരുൺ പറയും, ഏട്ടനോട് അത് ചോദിക്കാൻ തോന്നിയില്ല, ഇത്തിരി കമ്മീഷൻ തരാമെന്ന് അവർ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ആ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അത് തട്ടിയെടുക്കാൻ ഞാൻ നോക്കിയത്. അപ്പോൾ വരുൺ തൊഴുകൈയായിട്ട് നിന്നിട്ട് പറയാണ്, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഏയ് നീ എന്നോട് കെഞ്ചരുത് വരുൺ, എന്നേക്കുമായി നിന്നെ മനസ്സിൽ നിന്ന് പുറത്താക്കാനൊന്നും ഈ ഏട്ടന് പറ്റില്ല. അപ്പോൾ വരുണിൻ്റെ ഉള്ളിൽ സന്തോഷം വരികയാണ്. പക്ഷെ രാധിക പറയും, പക്ഷേ ഇനി ജോലിക്ക് കയറും മുമ്പ് ഇത്തരം തട്ടിപ്പുകളൊന്നും ആവർത്തിക്കില്ല എന്ന് വരുൺ പ്രതിജ്ഞ ചെയ്യണം. അപ്പോൾ വരുൺ ഞെട്ടിക്കൊണ്ട് അമ്മയെ നോക്കുകയാണ്. അതുപോലെ തന്നെ ഗോവിന്ദും നോക്കുന്നുണ്ട്. അപ്പം രാധിക പറയാണ്, വെറുതെ പ്രതിജ്ഞ ചെയ്താൽ പോരാ, അറക്കൽ മാധവൻ നായർ എന്ന ഈ വലിയ മനുഷ്യൻ്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് പ്രതിജ്ഞ ചെയ്യണം. അത് വരുണിന് ഭയങ്കര ഷോക്കായിരുന്നു. അതേപോലെ തന്നെ ഗോവിന്ദാണെങ്കിലും അമ്മയുടെ ആ സംസാരം ഗോവിന്ദിന് ചെറിയൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കണം നമുക്ക് ആദ്യം തന്നെ കണ്ടു നോക്കി. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥവിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.